തൗഫീഖ്, നെടുമ്പറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണിയുടെ ബന്ധം അത് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും അതിന് ആ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇന്നിപ്പോൾ നോക്കൂ, നെടുമ്പറമ്പിൽ ഫിനാൻസ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ആന്റോ ആന്റണിക്ക് 2019 തെരഞ്ഞെടുപ്പിൽ 2 കോടി രൂപ നൽകിയിരുന്നുവെന്നും അത് 20 ലക്ഷം രൂപ മാത്രമാണ് MP തിരികെ നൽകിയത്, ബാക്കി തുക തിരികെ നൽകാതെ കബളിപ്പിച്ചു എന്നൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. പിന്നാലെ ആന്റോ ആന്റണി വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്നുൾപ്പെടെ ഒരുപാട് പേരിൽ നിന്നും പണം വാങ്ങിയിരുന്നു, ആ പണം തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നോക്കൂ തൗഫീഖ്, എന്റെ ചോദ്യം, ആന്റോ ആന്റണി MPയുടെ വാദം ശരിയാണെങ്കിൽ 2019 തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന വിവരങ്ങളിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റുള്ളിടത്തു നിന്നോ സമ്മാനമായോ സംഭാവനയായോ സ്വീകരിച്ച തുകയുടെ കാര്യത്തിൽ ആ കോളത്തിന് നേരെ നിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു തുകയും വാങ്ങിയിട്ടില്ല, കൈപ്പറ്റിയിട്ടില്ല എന്നതാണ് ആന്റോ ആന്റണിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആന്റോ ആന്റണി പറയുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഈ പണം അത് ഏത് രേഖയാണ്? അശ്വിതയുടെ ചോദ്യം ഏതായാലും പൂർണ്ണമായും കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് ഒരു 5 മിനിറ്റ് സമയം ഇത് വളരെ കൃത്യമായി വിശദീകരിക്കാൻ സമയം തരണം. അതായത് രണ്ടുപേരുടെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട ആന്റോ ആന്റണി MPയുടെയും ഒപ്പം തന്നെ ശ്രീ അടൂർ പ്രകാശ് MPയുടെയും UDF കൺവീനറുടെ ആദ്യം ശ്രീ ആന്റോ ആന്റണി MPയുടെ കാര്യത്തിലേക്ക് വന്നാൽ അങ്ങടക്കം സൂചിപ്പിച്ചു ഇവിടെ തുടക്കത്തിൽ. ഇവിടെ ആന്റോ ആന്റണി MP ഈ 2019 ഈ NM രാജു എന്ന് പറയുന്ന ആൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ പ്രസിഡന്റ് ആയ കാലഘട്ടത്തിൽ NM രാജു UDF മുന്നണിയിലുള്ള ഘട്ടത്തിലാണ് ലോക്സഭാ ഇലക്ഷൻ സമയത്ത് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട MP പറഞ്ഞത്, അതും വായ്പയായിട്ട്. കേന്ദ്രം ഭരിക്കുന്ന BJPയും സംസ്ഥാനം ഭരിക്കുന്ന CPM നേതൃത്വവും ആവുന്ന എല്ലാ അഭ്യാസങ്ങളും കാണിച്ചിട്ടും സാമ്പത്തികമായി വലിയ കുത്തൊഴുക്ക പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഒരു പ്രതിപക്ഷ MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പല ആളുകളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ സഹായം സ്വീകരിക്കേണ്ട ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അത് വായ്പയായിട്ടാണ് സ്വീകരിച്ചത്. ആ പണം അദ്ദേഹം തിരിച്ചു നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് സഭാഗതമായ ഘട്ടത്തിൽ 2 കോടി 3 കോടി എന്തൊക്കെ ആരോപണമായി വരുമ്പോ അതിന്റെ രേഖകൾ പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കൈരളി ചാനലിൽ നിന്ന് തന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. തൗഫീഖ് പറഞ്ഞതിൽ തന്നെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ തൗഫീഖ് പറഞ്ഞ നിലയിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആരെങ്കിലും ഒക്കെ നിന്ന് ഈ നിലയിൽ വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ പണം വാങ്ങുന്നതിന് ഒരു തെറ്റുമില്ല, അങ്ങനെയുണ്ടെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് തന്നെ ആന്റോ ആന്റണി വാർത്താ സമ്മേളനം വിളിച്ച് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ ചോദ്യം സ്പെസിഫിക് ആണ് തൗഫീഖ്, ഈ കണക്കുകളൊക്കെ രേഖപ്പെടുത്തുമല്ലോ സത്യവാങ്മൂലത്തിൽ, അല്ലേ? ആ രേഖപ്പെടുത്തിയ സത്യവാങ്മൂലത്തിൽ ഈ നിലയിൽ വാങ്ങിയ പണത്തിന്റെ നേരെ നിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആന്റോ ആന്റണി MP. എന്തുകൊണ്ട് നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് വാങ്ങിയ പണം ആന്റോ ആന്റണിക്ക് സത്യവാങ്മൂലത്തിൽ രേഖകളിൽ രേഖപ്പെടുത്താൻ കഴിയാതെ പോയി? ഒന്നാമത്തെ ചോദ്യം. 2, തൗഫീഖ് പറഞ്ഞ വായ്പ എന്ന ആ ലോജിക് ഉണ്ടല്ലോ, വായ്പ എന്ന ആ രക്ഷപ്പെടാനുള്ള തന്ത്രമുണ്ടല്ലോ, അത് ആന്റോ ആന്റണി MPക്കില്ല. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നൽകിയ സംഭാവന സഹായം എന്ന നിലയിലാണത് വാങ്ങിയത്, പിന്നീടാണ് തിരിച്ചു ചോദിച്ചത്, അപ്പോൾ അത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ തൗഫീഖ് പറയുന്ന വായ്പ എന്ന വാദം ആന്റോ ആന്റണിക്ക് പോലും ഇല്ല. ഇവിടെ അഷിതയുടെ ചോദ്യത്തിൽ തന്നെയാണ് ലോജിക്ക് കുറവുള്ളത്. അഷിത ഇവിടെ പറയുന്നു സഹായമാണ് നൽകിയത് എന്നുള്ള തരത്തിൽ. അങ്ങനെ സഹായം നൽകിയ ഒരാളെ തിരിച്ചു ചോദിക്കുന്നത് ശരിയാണോ? അല്ലല്ലോ. സഹായം നൽകിയ ആളെ തിരിച്ചു കൊടുക്കാറില്ല. അഷിത 10 മണി വരെ അഷിതയുടെ ചോദ്യം പൂർണ്ണമായും കഴിഞ്ഞ ശേഷമാണ് ഞാൻ പറഞ്ഞതിനെ തൗഫീഖ് വളച്ചൊടിക്കുന്നത് എന്തിനാണ്? അപ്പോൾ പിന്നെ ഞാൻ മിണ്ടാതിരുന്ന് കേൾക്കണോ തൗഫീഖ്? ആ ടേം എന്താണെന്ന് തൗഫീഖ് വിശേഷിപ്പിച്ചോളൂ. ആ ടേം എന്താണെന്ന് തൗഫീഖിന്റെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കൂ. അത് വായ്പ ആയിക്കോട്ടെ, കടമായിക്കോട്ടെ, സഹായമായിക്കോട്ടെ, ഡൊണേഷൻ ആയിക്കോട്ടെ, അത് രേഖപ്പെടുത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ. എന്താണ് രേഖപ്പെടുത്താനാകാത്തത്? അങ്ങനെയെങ്കിൽ അഷിത എന്നോടാണ് ചോദ്യമെങ്കിൽ അഷിതയുടെ ചോദ്യം 2 മിനിറ്റ് നീണ്ട ചോദ്യം ഞാനിവിടെ ഒരു ഒബ്ജക്ഷനും ഇല്ലാതെ ഞാൻ കേട്ടാളല്ലേ. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് അഷിത ചോദിക്കും. അതല്ലേ ഒരു മാന്യത, അതല്ലേ ഒരു ചർച്ചയുടെ മാന്യത. ഞാൻ ഒരു സെന്റൻസ് പറയുമ്പോ അഷിത 3 വട്ടം ചോദിക്കട്ടെ. അഷിത അവിടെ നിൽക്കുക, ഞാൻ പറയാൻ എന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ അഷിതയ്ക്കില്ലേ? ഞാൻ അഷിതയോട് തന്നെയാണ് പറയുന്നത്. ഞാനിവിടെ 10 മണി വരെ കൈരളി ചാനൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്താലും ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണ്. അഷിതയ്ക്ക് ഒരു കാര്യത്തിൽ ഒരു ആശങ്ക വേണ്ട.
ഞാൻ പറഞ്ഞല്ലോ, ഈ ഘട്ടത്തിൽ ആന്റോ ആന്റണി MP ഈ തരത്തിൽ NM രാജുവിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം UDF മുന്നണിയിലുള്ള ഘട്ടത്തിൽ എന്തെങ്കിലും സഹായം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം തിരിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു ഒബ്ജക്ഷനും ഇല്ല. ഇതിന് അപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് സമാഗതമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും 1 രൂപയും 2 രൂപയും എന്തായാലും സഹായിച്ചു എന്നും ആരും പറയില്ല. ഒരു ആരോപണവുമായി ആരും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇവിടെ എന്താണ് 1 കോടി 2 കോടി എന്ന് പറയുന്നു. NM രാജുവിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ലീഗലായി നിയമപരമായി തെളിവുണ്ടെങ്കിൽ NM രാജു പുറത്തു വിടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ NM രാജു അതിനപ്പുറത്തേക്ക് വില കുറഞ്ഞ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. നോക്കൂ, തൗഫീഖിന്റെ വെല്ലുവിളി NM രാജു ഏറ്റെടുക്കട്ടെ. ഇനി ഞാൻ ഇടപെട്ടോട്ടെ. തൗഫീഖ് അപ്പോഴും ചോദ്യത്തിലേക്ക് വന്നില്ല. നോക്കൂ തൗഫീഖ് 1 മിനിറ്റ് എന്നെ ഒന്ന് കേൾക്കൂ. തൗഫീഖിന്റെ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കട്ടെ. ഒരുപക്ഷെ അദ്ദേഹം ഈ ചർച്ചകൾ കാണുന്നുണ്ടെങ്കിൽ നാളെ ഈ സ്രോതസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് രേഖകളില്ല. അദ്ദേഹം അതിന് ക്ലാരിറ്റി വരുത്താൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അതാകട്ടെ. നോക്കൂ, ആന്റോ ആന്റണി NM രാജുവിൽ നിന്നും, അതായത് നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്നും പണം വാങ്ങി എന്നതിൽ തൗഫീഖിനും തർക്കമില്ല, ആന്റോ ആന്റണിക്കും തർക്കമില്ല. അത് വായ്പ അല്ലായിരുന്നു, അതായത് അത് ഡൊണേഷൻ ആയിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു അത് വാങ്ങുമ്പോൾ ആന്റോ ആന്റണിയുടെ ബോധ്യം. അക്കാര്യം പറയുന്നത് ഒരു മിനിറ്റ് അക്കാര്യം പറയുന്നത് ആന്റോ ആന്റണിയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലാണ്. പണം വാങ്ങി എന്നുള്ളത് ഉറപ്പാണല്ലോ. വാങ്ങിയ പണം സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണ്? ബാക്കി NM രാജു പറഞ്ഞ കാര്യങ്ങളൊക്കെ വിടൂ, അത് തുക എത്രയോ ആവട്ടെ, എന്തുകൊണ്ട് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയില്ല? എന്റെ ചോദ്യം കഴിഞ്ഞല്ലോ. അക്ഷിത തന്നെ ചോദിച്ചു സംഭാവന, ആ സംഭാവന ആരെങ്കിലും തിരിച്ചു ചോദിക്കോ? അത് ഇത്തരത്തിലൊരു സഹായമായതുകൊണ്ടല്ലേ അദ്ദേഹം തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അക്ഷിത, ഞാൻ അക്കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താം. അതായത് 2004 ശ്രീ ആന്റോ ആന്റണി MP ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത്. ആ ഘട്ടത്തിൽ അദ്ദേഹം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ ബാധ്യതകൾ, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടായിരിക്കും. അതിനിപ്പുറത്തേക്ക് അദ്ദേഹം DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സുപ്രധാനമായിട്ടുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. 55 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് ശ്രീ ആന്റോ ആന്റണി MP. സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതമുള്ള ആളാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ചു നോക്കൂ. ഇതിനു മുമ്പ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ആവുന്ന പണിയെല്ലാം നടത്തി നോക്കിയല്ലോ. അദ്ദേഹത്തെ ഏതെല്ലാം തരത്തിൽ വേട്ടയാടാൻ നിങ്ങൾ ഇതിനു മുമ്പും ശ്രമിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ വീണ്ടും പരിശോധിച്ചു നോക്കൂ. ഞാൻ വെല്ലുവിളിക്കുന്നു. സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതമാണ്, 55 വർഷത്തെ രാഷ്ട്രീയ ജീവിതമാണ്. സ്വാഭാവികമായി ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ബാധ്യതകൾ ഉണ്ടാകും. ആ ബാധ്യതകൾ അദ്ദേഹത്തിന് നികത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇവിടെ ഒരു അസറ്റും ഇല്ലാത്തൊരു നേതാവിന് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്ര നാളത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു അസറ്റും CPM നേതാക്കളെ പോലെ കോടികളും ലക്ഷങ്ങളും സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും വ്യക്തിപരമായി ഒരു അസറ്റും ഇല്ലാത്ത ഒരാൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിൽ സഹായം സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ചോദ്യം സഹായം എന്തുകൊണ്ട് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്താനാകാതെ പോയി? 2019 NM രാജു ഇത്തരത്തിൽ സഹായം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം എപ്പോഴാണ് ആരോപണവുമായി രംഗത്ത് വരുന്നത്? 2026 ഈ ചർച്ചയിൽ ഞാൻ തൗഫീഖിനെ വെല്ലുവിളിക്കുന്നു. തൗഫീഖിന് മറുപടി പറയാൻ ആർജവമുണ്ടോ? ആന്റോ ആന്റണി വാങ്ങി എന്ന് പറയുന്ന പണം അത് എത്രയോ ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ അത് രേഖപ്പെടുത്താൻ ഇപ്പോൾ തൗഫീഖ് എന്ന് പറയുന്ന സംശുദ്ധ രാഷ്ട്രീയം നയിക്കുന്ന ആന്റോ ആന്റണിക്ക് എന്തുകൊണ്ട് കഴിയാതെ പോയി? കാര്യത്തിൽ എന്തിന്റെ ട്രയൽ റണ്ണാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ബോധ്യമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഏത് മുന്നണിയിലാണെന്നും ഏത് കാരണഭൂതന്റെ മുന്നണിയിലാണെന്നും വ്യക്തമായ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഈ ആരോപണത്തിന് പിന്നിലുള്ള വസ്തുത എന്തെന്ന്. ഇനി ഞാൻ വെല്ലുവിളിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ NM രാജു പുറത്തു വരട്ടെ. അച്ഛനോട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അതായത് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, അദ്ദേഹം ഏതാനും ആഴ്ചക്കാലം മുമ്പ് ഒരു ആരോപണവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. തന്ത്രിയുടെ പണം ഇതേ NM രാജുവിന്റെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചെന്നും ആ പണം ആന്റോ ആന്റണി MPക്ക് കൊടുത്തെന്നുമാണ് അന്ന് അദ്ദേഹം വാദം ഉന്നയിച്ചത്. ആ ആന്റോ ആന്റണി MPക്ക് അത്തരത്തിൽ പണം നൽകിയില്ല എന്ന് മാത്രമല്ല, തന്ത്രി അവിടെ നിക്ഷേപിച്ചിട്ടില്ല. ഈ NM രാജുവിന്റെ സ്ഥാപനത്തിൽ അത്തരത്തിലൊരു നിക്ഷേപവും തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും ചെങ്ങന്നൂർ സ്വദേശി മാത്രമാണ് തന്ത്രി, അക്കാര്യം മാത്രമേ തനിക്ക് അറിയൂ എന്നും ഇതേ NM രാജു തന്നെ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ CPM കഴിഞ്ഞ ഒരാഴ്ച കാലമായി മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ NM രാജു പറഞ്ഞ കാര്യത്തിൽ ആധികാരികമായി ഉദ്ധരിച്ചത് പകരം ആന്റോ ആന്റണി പറഞ്ഞ കാര്യത്തെ തന്നെയാണ്. ആന്റോ ആന്റണി പറയുന്നുണ്ട് ആ പണം വാങ്ങി, തൗഫീഖും പറയുന്നുണ്ട് പണം വാങ്ങിയ പണം രേഖപ്പെടുത്താൻ എന്താണ് മടി എന്നുള്ളതാണ് ചോദ്യം. ഞാൻ 4-5 തവണ തൗഫീഖിനോട് ചോദിച്ചു, തൗഫീഖിന് മറുപടിയില്ല.